കയറി വരുമ്പോൾ ഇടതുവശത്തായിട്ട് തന്നെ വളരെ വലിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് വാഹനത്തിൽ വരുന്നവർക്കൊക്കെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ വാഹനം ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാനും അതിനുശേഷം ഇതിനകത്ത് പ്രവേശിക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. ഇവിടെ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ കാണാൻ പറ്റും. മുതിർന്നവർക്ക് 20 രൂപ. ഇവിടെ വരുന്നവർക്കൊക്കെ കുറേ സമയം ഒരുപാട് സന്ദർശകർ വരുന്നുണ്ട്. അവർക്കൊക്കെ വിശ്രമിക്കാനൊക്കെ ഉള്ള ഒരുപാട് സംവിധാനങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. നല്ല തണലൊക്കെ ഉണ്ട്, ആലൊക്കെ നിൽക്കുന്നതുകൊണ്ട്. മുന്നറിയിപ്പുകളൊക്കെ വെച്ചിട്ടുണ്ട്. ആനകളുടെ സ്വഭാവം പ്രവചനാതീതമാണ്. അവ ഏത് സമയത്തും അപകടകാരികളായേക്കാം. സന്ദർശകന് ആനയുടെ അടുത്ത് പോകരുത്, ഇങ്ങനെയുള്ള വാണിംഗ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഹലോ, ആനപ്രേമികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലെ പുന്നത്തൂർ ആനക്കോട്ടയാണിത്. ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരു വലിയ ആന വളർത്തൽ കേന്ദ്രമാണ്. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ ആന വളർത്തൽ കേന്ദ്രം എന്നുള്ള രീതിയിൽ ഈ പുന്നത്തൂർ ആനക്കോട്ട വളരെ പ്രശസ്തവുമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശ്രീ ഗുരുവായൂരപ്പന് കാഴ്ച നൽകുന്ന ആനകളെയാണ് ഇവിടെ പ്രധാനമായിട്ടും സംരക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഏകദേശം 48ഓളം ആനകളുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുന്നത്തൂർ ആനക്കോട്ടയിലെ മനോഹരമായ ആന വിശേഷങ്ങളെക്കുറിച്ചാണ്. വെൽക്കം ടു സോൾ ഓഫ് എർത്ത്, മൈസെൽഫ് ഷെരീഫ്. ആനയെ കുളിപ്പിച്ചതിന് ശേഷം പട്ടയൊക്കെ ഇട്ട് കൊടുക്കുന്നു. മതപ്പാടുള്ള ആനകളെയൊക്കെ സംരക്ഷിക്കുന്ന ഇവിടാണ്. ഇവിടെ നോ എൻട്രിയുടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഒറ്റക്കൊമ്പനാണ്. ഇതിലെ ആനകളെയൊക്കെ നമുക്ക് നടന്ന് കാണുന്നതിനും ഒക്കെയുള്ള നല്ല നടപ്പാതകളൊക്കെ, നല്ല കല്ലൊക്കെ വിരിച്ച് നല്ല ഭംഗിയായിട്ട് ഇട്ടിരിക്കുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളാണ് ഇത് കാണാനായിട്ട് വരുന്നത്. ഈ ആനയുടെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബാലു എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ ഇതെന്ന് പറയുന്ന ആനകളെ ഈ ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തുന്ന സ്ഥലം ഇവിടെയാണ്. ഇവിടുത്തെ ആനകളെയൊക്കെ ചികിത്സിക്കുന്ന വെറ്റിനറി ഹോസ്പിറ്റലാണ് ഈ കാണുന്നത്. ആനകൾ എഴുന്നള്ളിക്കുന്നതിനുള്ള ചാർജൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 30 കിലോമീറ്റർ ദൂരം വരെ 4390, ഓരോ കിലോമീറ്ററിനും പിന്നെ 88 രൂപ. അങ്ങനെ
ആനകൾക്ക് നീരാടാനുള്ള കുളമാണിത്. ഇവിടെ രാവിലെ 5 മണിയാകുമ്പം ഈ ആനകളെ ഇതിനകത്ത് ഇറക്കി വിടുകയും അങ്ങനെ 1-2 മണിക്കൂറിന് ശേഷം അതിനെ തിരികെ കയറ്റുകയും ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആനപ്രേമികൾ ഒരിക്കലെങ്കിലും ഒന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് തൃശ്ശൂർ ജില്ലയിലെ പുന്നത്തൂർ ആനക്കോട്ട എന്ന് പറയുന്നത്. ആനക്കോട്ടയിൽ നിന്നുള്ള മനോഹരമായ ആനവിശേഷങ്ങളാണ് നമ്മൾ ഇതുവരെ പങ്കുവച്ചത്. പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഒക്കെയായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.